പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. ഇറാന്റെ ആക്രമണവും അമേരിക്കയുടെ പ്രത്യാക്രമണവും വീണ്ടും ഹോർമൂസ് അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇറാന്റെ 140 കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പകരമായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ വൻതോതിലുള്ള ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. ഇതിനിടയിലാണ് മറ്റൊരു വാർത്ത പുറത്തുവരുന്നത്. അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ തകർന്ന ആണവ കേന്ദ്രം ഇറാൻ പുനർനിർമ്മിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനിലെ പ്രധാന ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിലൊന്നായ പാർഷ്യൻ സൈനിക സമുച്ചയത്തിലെ തലേഖാൻ 2 കേന്ദ്രമാണ് പുനർനിർമ്മിക്കുന്നതായി പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. CNN-ഉം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയും സംയുക്തമായി വിശകലനം ചെയ്ത ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2026 ജൂൺ മുതൽ ജൂലൈ ആദ്യം വരെ പകർത്തിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായാണ് കാണുന്നത്. നാശനഷ്ടങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലും പൂർത്തിയാക്കിയ ശേഷം ആണവ കേന്ദ്രത്തിൽ ഇറാൻ സ്ഥിരമായി അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണവും ആരംഭിച്ചെന്നാണ് വിലയിരുത്തൽ. ആണവായുധ ഗവേഷണത്തിനായുള്ള പരീക്ഷണാറകളും ഉപകരണങ്ങളും ഈ കേന്ദ്രത്തിൽ ഉണ്ടെന്നാണ് സൂചന. 2026 ജൂൺ 12 ആണവ കേന്ദ്രത്തിന്റെ ബോംബ് പതിച്ച 3 ഭാഗങ്ങൾ ഇറാൻ താൽക്കാലികമായി മൂടിയതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം. തെക്കൻ പ്രവേശന കവാടത്തിലേക്കുള്ള വഴിയിലൂടെ സഞ്ചാരത്തിന്റെ അടയാളങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ബോംബാക്രമണത്തിന് ശേഷം ഉപയോഗിക്കാൻ കഴിയുന്ന ഏക പ്രവേശന കവാടം അതായിരുന്നു എന്നാണ് വിലയിരുത്തൽ. അതേസമയം വലിയ തോതിൽ തകർന്ന വടക്കൻ പ്രവേശന കവാടം ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലല്ല. ജൂൺ 18 നിരവധി ട്രക്കുകളും വലിയ ക്രെയിനുകളും സ്ഥലത്തെത്തിയിരുന്നു. ഇതോടെ ആണവ കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണം സജീവമായി. തകർന്ന ആസ്ഥാന മന്ദിരത്തിന്റെ അവശിഷ്ടങ്ങളും തൊഴിലാളികൾ നീക്കം ചെയ്തു. ജൂൺ 20 ചിത്രങ്ങളിൽ താലേഖാൻ 2 സമുച്ചയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വൃത്തിയാക്കിയതായി കാണാം. വാൻറ്റോർ ടെക്നോളജീസ് ജൂൺ 22 ജൂലൈ 7 പകർത്തിയ ചിത്രങ്ങളിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികളിൽ നിന്ന് സ്ഥിരം പുനർനിർമ്മാണത്തിലേക്ക് ഇറാൻ കടന്നതായി സാക്ഷ്യപ്പെടുത്തുന്നു. ജൂൺ 22 ബോംബ് പതിച്ച സ്ഥലങ്ങൾക്ക് ചുറ്റുമുള്ള മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നു. അതേസമയം ഭൂഗർഭ കേന്ദ്രത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗം കൂടുതൽ ബലപ്പെടുത്തുന്നതിനായി പുതിയ കോൺക്രീറ്റ് ഉപയോഗിക്കുന്നതും ചിത്രങ്ങളിൽ വ്യക്തമാണ്. ജൂലൈ 7 ക്രെയിൻ ബോംബ് പതിച്ച ഭാഗത്തിന് മുകളിലായി പ്രവർത്തിക്കുന്നതും കേടുപാടുകൾ സംഭവിച്ച മേൽക്കൂരയിലേക്ക് പ്രവേശനം കൂടുതൽ എളുപ്പമാക്കിയതും ചിത്രങ്ങളിൽ വ്യക്തം. ദ്വാരങ്ങൾക്ക് മുകളിൽ സ്റ്റീൽ കമ്പി വല സ്ഥാപിച്ച ശേഷം ബലപ്പെടുത്തിയ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടയ്ക്കുന്ന ജോലിയാണ് നടക്കുന്നതെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി വിലയിരുത്തുന്നു. 2026 സംഘർഷത്തിനിടെ തലേഖാൻ 2 കേന്ദ്രം 2 ഘട്ടങ്ങളിലായി ആക്രമിക്കപ്പെട്ടു. മാർച്ച് 11 ആദ്യ ആക്രമണം. ഭൂഗർഭ കേന്ദ്രം തകർന്നതോടെ സംരക്ഷണ ഭിത്തിയും തകർന്നു വീണു. സമീപത്തെ കെട്ടിടം നശിക്കുകയും ചെയ്തു. സമീപത്തെ തലേഖാൻ 1 കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഫയർ കൺട്രോൾ ഉപകരണ കെട്ടിടങ്ങളും മറ്റൊരു ആക്രമണത്തിൽ തകർന്നു. മാർച്ച് 24 മുതൽ ഏപ്രിൽ 1 വരെയാണ് രണ്ടാമത്തെ ആക്രമണം നടന്നത്. ഇതിൽ സമീപത്തെ ആസ്ഥാന മന്ദിരം പൂർണ്ണമായും നശിച്ചു. നിലവിൽ 2 വർഷത്തിനിടെ രണ്ടാം തവണയാണ് പുനർനിർമ്മാണം നടക്കുന്നത്. 2024 ഒക്ടോബറിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും തലേഖാൻ 2 തകർന്നിരുന്നു. 2025 മെയ് മാസത്തോടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ്. അതേസമയം US ഇറാൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യമായി ഈ വർഷം ആഗോള എണ്ണ ആവശ്യകതയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുമെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി അറിയിച്ചിരിക്കുകയാണ്. 2026 ആഗോള എണ്ണ ആവശ്യകത പ്രതിദിനം 1 മില്യൺ ബാരൽ എന്ന തോതിൽ കുറയുമെന്നാണ് ഏജൻസി കണക്കാക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവും പേർഷ്യൻ ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗത തടസ്സങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം. സംഘർഷത്തെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുകയും കഴിഞ്ഞ 3 മാസത്തിലേറെയായി നിരവധി എണ്ണക്കപ്പലുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയുമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ മെയ് മാസത്തിലെ ആഗോള എണ്ണ ഉപഭോഗം മുൻ വർഷത്തെ അപേക്ഷിച്ച് പ്രതിദിനം 5.3 മില്യൺ ബാരൽ കുറഞ്ഞ് ശരാശരി 97.9 മില്യൺ ബാരലായി താഴ്ന്നു. മിഡിൽ ഈസ്റ്റ് ക്രൂഡ് ഓയിലിനെ പ്രധാനമായും ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇടിവ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ചൈനയിൽ മാത്രം എണ്ണ ആവശ്യകതയിൽ 9% കുറവുണ്ടായി. എന്നാൽ ഇതിന് വിപരീതമായി ഇന്ധനവില യുദ്ധത്തിന് മുമ്പ് ഉള്ളതിനേക്കാൾ 50% വർദ്ധിച്ചിട്ടും അമേരിക്കയിൽ രണ്ടാം പാദത്തിൽ പെട്രോൾ ഉപഭോഗം വർദ്ധിച്ചു. ഹോർമൂസ് കടലിടുക്ക് നിലവിൽ അടച്ചതോടെ പ്രതിദിനം 14 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലിന്റെ നീക്കമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഇന്ധനക്ഷാമത്തെയും വിലക്കയറ്റത്തിനും കാരണമായി.
ഒപെക് ഇതര രാജ്യങ്ങൾ ഉൽപാദനം കൂട്ടുന്നുണ്ടെങ്കിലും വിപണിയിലെ അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം ഇനിയും രൂക്ഷമായാൽ അത് ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തെയും ഇന്ധനവിലയെയും ദോഷകരമായി ബാധിക്കുമെന്നും IEA മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. വിപണിയെ യുദ്ധം സാരമായി ബാധിക്കുകയും വിലക്കയറ്റം രൂക്ഷമാവുകയും ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല.